Watch full episodes on Jio Hotstar. Twinkle twinkle little star, കണ്ടില്ലേ എന്റെ കണ്ടുപിടുത്തം. കെട്ടുപട്ടും എന്റെ ഈ ടൈം മെഷീൻ കണ്ട് അതിശയിക്കാൻ പോവുകയാണ്. ഇനി നമുക്കിതിലൂടെ ഏത് കാലത്തിലും സഞ്ചരിക്കാവുന്നതാണ്. ആദ്യം ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് കെട്ടുവിനെയും പട്ടുവിനെയും അതിശയിപ്പിക്കാം. വില്ലത്തരത്തിന്റെ മറ്റൊരു പേരാണ് ഷേർ സിംഗ്. പ്രൊഫസർ, ഈ ടൈം മെഷീൻ നിങ്ങൾക്കല്ല എനിക്കാണ് യൂസ് ആവാൻ പോകുന്നത്. ഇത് എടുത്തോണ്ട് പോയി ഞാൻ പൈസ ഉണ്ടാക്കാൻ പോകുകയാണ്. പിന്നെ ഞാൻ കോടീശ്വരനാണ്. എന്താടാ നോക്കുന്നത്? വേഗം ഇത് ട്രക്കിൽ കയറ്റു. വേഗമാവട്ടെ. വേഗം പൊക്കി എടുക്കടാ. ആവട്ടെ. വേഗം. എന്താടാ ചെയ്യുന്നത്? എന്നെ അല്ല പൊക്കാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ആ ടൈം മെഷീനെയാണ്. അതിനെ പൊക്കേ. സോറി ബോസ്, സോറി. ബൈ ബൈ. നിന്നെ കുറിച്ച് ഞാൻ കെട്ടുവിന്റെ അടുത്തും പെട്ടുവിന്റെ അടുത്തും പറഞ്ഞ എന്താവെന്ന് അറിയാലോ. ബൈ പ്രൊഫസർ. ആ കട്ടുപെട്ട് വന്നാൽ പോലും എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. രാവിലെ തൊട്ട് എന്റെ ആൾക്കാർ അവരുടെ പുറകെ ഉണ്ട്. അവര് കട്ടുപെട്ടുനെ എന്റെ അടുത്ത് പോലും വരാൻ സമ്മതിക്കില്ല. ഓക്കേ, അവര് എന്നെ അന്വേഷിച്ച് വരുമ്പോഴേക്കും ഞാൻ സൗദാൻപൂരിലേക്ക് പോയി ചേരും. അതിനുശേഷം ആർക്കും എന്നെ കണ്ടുപിടിക്കാനാവില്ല. പിന്നെ നമ്മൾ ഒരിക്കലും കാണില്ല. പ്രൊഫസർ, ഞങ്ങൾ വന്നോണ്ടിരിക്കാണ്. എന്റെ ഈശ്വര, ഇവന്മാര് പ്ലാൻ ചെയ്തിട്ടാണ് റോഡ് ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ബട്ടൂടെ സിക്സ്ത് സെൻസ് എന്താ പറയുന്നെന്ന് വെച്ചാ ഇവിടെ എന്തോ പ്രശ്നം ഉണ്ടാകാൻ പോകുന്ന. നിങ്ങളുടെ ഭാഗത്തേക്കാ വരുന്നത്. തയ്യാറായിരിക്കണം. ബൈ കട്ടുപറ്റു. നിങ്ങൾ വിചാരിച്ചാൽ പോലും ഞങ്ങളെ കൊണ്ട് ഈ ഭാഗത്തേക്ക് വരാൻ കഴിയില്ല. കട്ടുപറ്റുണ്ട കഥ ഇതോടെ കഴിഞ്ഞു. ഇനി ഞാൻ കോടീശ്വരനാവണത് ആരെ കൊണ്ടും തടുക്കാൻ കഴിയില്ല. കോടീശ്വരൻ. ബോസേ, അങ്ങോട്ട് നോക്ക്, വരുന്നുണ്ട്. ഇപ്പൊ എന്താ ചെയ്യാ? ഒന്ന് വേഗം അവന്മാരെ വെടിവെക്കടാ. എടാ മണ്ട, ഒന്ന് വെടിവെക്കാൻ പോലും അറിയില്ല നിനക്ക്. അവരവിടെ പോകുന്നു. വെടിവെക്ക്. ഇവിടെ മര്യാദക്ക് നോക്കി വെടിവെക്കടാ. അവന്മാരെ രക്ഷപ്പെടാൻ പാടില്ല. വേഗം വെടിവെക്കടാ. രക്ഷപ്പെട്ടു. എടാ, നീ മര്യാദക്ക് വെടിവെച്ചില്ലെങ്കിൽ നിനക്ക് ഇന്ന് ആഹാരം തരില്ലടാ. നോക്കി വേഗം വെടിവെക്കടാ. അവരടുത്ത് വരുന്നു.
മെഷീനെ യൂസ് ചെയ്ത് നമ്മൾ എല്ലാവരും കോടീശ്വരന്മാരാവാം. അതായത് നമുക്ക് 50-50 ഷെയർ ചെയ്യാം. എന്താ എന്താ? ഞങ്ങൾ തെറ്റായ കാര്യവും തെറ്റായ ആൾക്കാരുമായും ഒരിക്കലും ഇടപെടില്ല. അങ്ങനത്തെ ആൾക്കാർ ഞങ്ങൾക്കും ആവശ്യമില്ല. ആദിക്കലാവനെ. അല്ല ഇതെന്താ? ഞാൻ ഇടിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഷേർ സിംഗ്. ഇടികൊണ്ട് വീഴാൻ എനിക്ക് വയ്യ. അതിനു മുമ്പേ വീഴുന്നതാണല്ലോ ബുദ്ധി. ഞാൻ വേണമെങ്കിൽ കാണിച്ചു തരാം. വരൂ, നമുക്ക് വേഗം പോലീസ് സ്റ്റേഷനിലേക്ക് പോവാം. ഞാൻ സറണ്ടർ ആവുകയാണ്. പ്രൊഫസറെ, എവിടെയാണ്? പെട്ടെന്ന് വാ. നീ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ എത്തിയത് കണ്ടില്ലേ? നോക്കൂ, ദേ ഞാൻ വന്നല്ലോ. കെട്ടപ്പെട്ടു നോക്കേ. നിങ്ങൾ ഇവരെ പോലീസിന് അടുത്ത് ഏൽപ്പിക്കൂ. ഞാൻ ഈ ടൈം മെഷീനും കൊണ്ട് പോയേക്കാം. ഓക്കെ പ്രൊഫസർ, ഓക്കെ. വേഗം തന്നെ ആ ഹൂക്ക് ഇതിൽ കൊടുക്കൂ. ഡൺ പ്രൊഫസർ. ടിങ്കിൾ ടിങ്കിൾ ലിറ്റിൽ സ്റ്റാർ, കണ്ടില്ലേ എന്റെ ക്രിയേഷൻ? കെട്ടപ്പെട്ടു. This is my time machine. A round transparent machine. വരൂ. എന്തുട്ടാ ഇത്? ടൈം നോക്കാനായിട്ട് ഇത്രയും വലിയ മെഷീൻ ആവശ്യമുണ്ടോ? ഏയ്, ടൈം നോക്കുന്ന മെഷീൻ അല്ലത്. എന്നിട്ട് എന്താ ടൈം കാണാത്തെ? ടൈം എവിടെയാണ്? ടൈം എവിടെ? പറയേ. ഓ, ഇതാണോ ടൈമിന്റെ ബട്ടൺ? വേണ്ട. ഇതിപ്പോ എന്താ സംഭവിക്കുന്നത്? അറിയില്ല. ഇതെങ്ങനെ കറങ്ങുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഓ എന്റെ പട്ടു, നീ എന്താ ഈ കാണിച്ചത്? ഇത് വെറും ഒരു ക്ലോക്ക് അല്ല, പ്രൊഫസറുടെ ടൈം മെഷീനാണ്. പുള്ളിക്കാരൻ ഇപ്പൊ എവിടെ ഉണ്ടാവോ എന്തോ. എന്റെ ഈശ്വര, അവസാനം അദ്ദേഹത്തിന്റെ ക്രിയേഷൻ കൊണ്ട് തന്നെ അദ്ദേഹം കാണാതായി പോയില്ല. ഓഹോ പട്ടു, ഇതൊന്നും സംസാരിക്കാൻ ഇപ്പൊ സമയമില്ല. അദ്ദേഹത്തെ എങ്ങനെയാ തിരിച്ചു കൊണ്ടുവരുന്നത്? ഈ ബട്ടൺ ഞാൻ തിരിച്ചമർത്തിയാല? അല്ല വേണ്ട, ഞാൻ പറയുന്നത് കേക്ക് പട്ടു. ഇനി ഞെക്കിയാൽ എന്തെങ്കിലും സംഭവിക്കും. അതിനു മുമ്പ് നമുക്ക് ഇതൊന്ന് ചെക്ക് ചെയ്യാം. പ്രൊഫസർ കാണാതെ പോയി ഡിങ് ഡോങ്. എന്ത് കാണുന്നില്ലെന്നോ? പക്ഷെ അതെങ്ങനെയാണ് സാബ്ജി? ഇങ്ങ വാ, ഞാൻ കാണിച്ചുതരാം. അത് പ്രൊഫസർ ഇവിടെ നിക്കായിരുന്നു. ഞാനിതാ ഇതുപോലെ ഇവിടെ ഇങ്ങനെ നിക്കായിരുന്നു. അപ്പോ ഞാനിങ്ങനെ ഈ ബട്ടൺ ഒന്ന് വെറുതെ അമത്തി നോക്കി. അല്ല ഞെക്കാൻ വരട്ടെ. ഓഹോ എന്റെ ബട്ടു, വീണ്ടും നീ അതേ കാര്യം തന്നെ ചെയ്തല്ലോ. അയ്യോ, ഞാനിത് എന്തൊക്കെയാ ചെയ്തേ? ഞാനൊരു മനോഹരമായ പിക്നിക് സെന്ററിലാണുള്ളത്. ഇവിടെ ഒരുപാട് ടോയ്സ് ഉണ്ട്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഇവിടെ ഒരുപാട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടുന്നുണ്ട്. പിന്നെ ഭക്ഷണത്തിന്റെ കാര്യമാണ്, പറയും വേണ്ട. നല്ല ഒന്നാന്തരം സദ്യയാണ്. ആ റിമോട്ടിന്റെ ഗ്രീൻ ബട്ടൺ അമർത്തി നിങ്ങളും പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നോക്ക്. ആ മെഷീന്റെ കൂടെ നിങ്ങൾ രണ്ടുപേരും ഈ സ്വർഗത്തിലോട്ട് വേഗം വാ. വരൂ വേഗം വരൂ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ഗ്രീൻ ബട്ടണോ? വേണ്ട. എന്റെ ഈശ്വര, പ്രൊഫസർ ഡിങ് ഡോങ്ങും ഈ വഴിക്കൂടെ പോയിരിക്കുന്നത്. എന്താ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇത് കണ്ട, അവരുടെ കാലിന്റെ അടയാളങ്ങളാണിത്. അവരെവിടേക്ക് ഓടിപ്പോയത് പോലെയുണ്ട്. നീ നോക്ക്. അങ്ങനാണോ? ശരിയാണ് പറഞ്ഞത് ബട്ടു. മാത്രമല്ല അത് കണ്ടില്ലേ, വേറെയും കാൽപാദങ്ങൾ കാണുന്നുണ്ട്. അത് ആരുടെ ആയിരിക്കും? അതും കുറെ ദൂരത്ത് കാണുന്നുണ്ട്. അപ്പൊ ആരും അവരെ ചേസ് ചെയ്തത് പോലെയാണ് എനിക്ക് തോന്നുന്നത്.
എന്റെ ഈശ്വര ഗട്ടു ബട്ടുടെ സിക്സ്ത് സെൻസ് എന്താ പറയുന്നത് വെച്ചാ ഇവിടെ എന്തോ ഒരു പ്രശ്നം നടക്കുന്ന പോലെ തോന്നുന്നേ. എന്തായിരിക്കും അത്? ഒരിക്കലുമല്ല, ഇവര് ഞങ്ങളുടെ ഇരയാണ്. അതെ, ഞങ്ങളുടെ ഇര. ഞങ്ങളുടെ ഇരയാണ്. പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഇരയാണെന്ന് പറഞ്ഞില്ലേ? ഞങ്ങളുടെ ഇരയാണ്. ഇല്ല, ഇവര് ഞങ്ങളുടെ ഇരയാണ്. ബട്ടു ഇപ്പോഴാണ് മനസ്സിലായത് പ്രൊഫസർ എന്തുകൊണ്ടാ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. ഇവര് തമ്മിൽ അടിച്ചു ചത്തോളൂല്ലേ. അങ്ങനെ വെറുതെ വിടരുത്. ചെല്ല്, വേഗം പോയി പിടിക്ക. ഈശ്വര ബട്ടു ഇവരൊക്കെ കണ്ട കാനിമൽസിനെ പോയിട്ട് കാനിമൽസ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. നേരെ നമ്മളെ ദേവന്മാരുടെ അടുത്തേക്ക് അയക്കാനുള്ള പ്ലാനായിരുന്നു. ഓടിക്കോ. അവന്മാർ രക്ഷപ്പെട്ടു. അവരെ പിടിക്കണം. വരൂ. ഞങ്ങളുടെ ഇരയാണ്. പിടിക്കണം. എന്തു പറ്റി? എന്തിനാ നിക്കുന്നത്? നിനക്ക് കുംഫും കരാത്തൊക്കെ അറിയാവുന്നല്ലേ, പിന്നെ നീ എന്തിനാ പേടിച്ചു ഓടുന്നേ? നമുക്ക് ഫൈറ്റ് ചെയ്യാം. ഫൈറ്റ് ചെയ്തിട്ടല്ലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. കണ്ടില്ലേ, നിനക്ക് പറ്റും കട്ടു. കമാൺ കമാൺ. അവര് വിടരുത് വിടരുത് വിടരുത്. അടിപൊളി കട്ടു. അവരൊക്കെ പേടിച്ചു പോയി. ഇടീശ്വര ബട്ടോട് സിക്സ്ത് സെൻസ് എന്താ പറയുന്നത് വെച്ചാൽ ഇവിടെ ഏതോ പ്രശ്നമുള്ളത് പോലെയാണ് തോന്നുന്നത്. പക്ഷെ അത് എവിടെയാണെന്ന് ഒരു പേടിയുമില്ലെന്നേ. ബട്ടു നീ പറഞ്ഞത് ശരിയാണ്. വലിയൊരു പ്രശ്നം നിന്റെ പുറകിൽ തന്നെ ഉണ്ട്. പ്രൊഫസർ ഇവിടെ എവിടെയാണെന്ന് അറിയില്ലല്ലോ. ഇവരുടെ എവിടെ പോയി? ബട്ടു ദേ അങ്ങോട്ട് നോക്കിയേ. നന്ദിയുണ്ട് ദൈവമേ, നന്ദിയുണ്ട്. എന്റെ കെട്ടും പട്ടും ഇങ്ങെത്തിയല്ലോ. മക്കളെ വരൂ 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 വരൂ. എന്തിനാ പ്രൊഫസർ ഇങ്ങനെ ചെയ്തത്? ഞങ്ങളോട് കള്ളം പറഞ്ഞത് കൊണ്ടല്ലേ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരേണ്ടി വന്നത്. ഞാൻ സത്യം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഇവിടെ ഇപ്പോൾ എത്തുമായിരുന്നോ? ഞങ്ങളെ ഇവിടെ നിന്ന് വേഗം രക്ഷിക്കൂ. എത്രയും പെട്ടെന്ന് രക്ഷിക്കാൻ നോക്കൂ. ഭാഗ്യം അവരെ കൊണ്ട് തീ കത്തിക്കാൻ പറ്റുന്നില്ല. ഒന്ന് വേഗം എന്നെ രക്ഷിക്കാൻ നോക്ക് കെട്ടു പട്ടു. ഇതിനെന്തിനാ നിങ്ങൾ ഇത്ര കഷ്ടപ്പെടുന്നത്? ഇത് കണ്ട, എന്റെ വേറൊരു ഐഡിയ ഉണ്ട്.
ആ ബട്ടു നീ എന്ത് പണിയായി കാണിച്ചത്? ഇതിനെന്താ കുഴപ്പം? അവർക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തു. ഹെൽപ്പ് ചെയ്യുന്ന എന്റെ ഒരു ഹോബിയാണ്, നിങ്ങൾക്ക് അറിയില്ലേ? പിന്നെന്താ? പ്രശ്നം അതല്ല, ഇത് വേറെയാ. അങ്ങോട്ട് നോക്ക്. ബട്ടു. Watch India's largest kids library only on Jio Hotstar. Download the app now.